ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ബോർവെൽ മോട്ടോർ ഫിറ്റിംഗ് എങ്ങനെയുള്ളതാണ് എന്ന് അറിയുന്നത്. ഈ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മോട്ടർ നേരാക്കിയ ശേഷം ഇപ്പോൾ മോട്ടർ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വയർ ജോയിൻ്റ് അടിക്കുകയാണ്. വയർ ജോയിൻ്റ് അടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിക്കോളി. ഒന്ന് ഇടവിട്ടിട്ടാണ് ജോയിൻ്റ് അടിക്കുന്നത്. ഒരു ജോയിൻറ്റ് തമ്മിൽ മുട്ടാൻ പാടില്ല. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. വയറിൻ്റെ പാതി എടുത്തിട്ട് നല്ലവണ്ണം ട്വിസ്റ്റ് ചെയ്യുക. ഈ വയർ ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ ടേപ്പും ബോർ ടേപ്പും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റണം. അതിനുശേഷം നമ്മൾ ബോർ ടേപ്പ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ബോർ ടേപ്പ് ചുറ്റണം. ഇതാണ് ബോർ ടേപ്പ്. അതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിന് ഓരോ വയറിൽ നമ്മൾ ചുറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചേർത്ത് വെച്ച് ഒന്നായിട്ട് ജോയിൻ്റ് അടിക്കണം. ഇൻസുലേഷൻ ടേപ്പിൽ ബോർ ടേപ്പ് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇൻസുലേഷൻ ചുറ്റണം. അതിനുശേഷം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റണം. അതിൻ്റെ മുകളിൽ പിന്നെ ബോർ ടേപ്പ് ചുറ്റണം. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റണം. അതോടെ നമ്മൾ വയർ ജോയിനിങ് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ മോട്ടറിൻ്റെ മുകളിൽ പമ്പ് ഫിറ്റ് ചെയ്യുകയാണ്. മോട്ടറിൽ വയർ ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. RYB എന്ന് എഴുതിയിട്ടുണ്ടാവും മോട്ടറിൻ്റെ പാനൽ ബോർഡിൽ. അതിൽ നമുക്ക് R പറഞ്ഞ റെഡ്, Y പറഞ്ഞ യെല്ലോ, B പറഞ്ഞ ബ്ലൂ വരുന്നത്. അപ്പോൾ അതിന് എഴുതി കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുക. കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ മോട്ടറിൽ വെള്ളം ഒഴിക്കണം. ഫിൽറ്ററായിട്ടുള്ള വെള്ളം ഒഴിക്കണം. മോട്ടർ ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിന്ന് പമ്പ് ഫിറ്റ് ചെയ്യണം. ഫാനൊക്കെ വെച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം അതിന് ചുറ്റും ഒരു വലി ഉണ്ടാകുന്നതാണ് ടൈറ്റ് ചെയ്യുന്നത്. വയറിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യമാണ്. അതിലെ സ്റ്റീലിൻ്റെ ഒരു റാഡാണ്. വലി ചുറ്റണം. വലിൻ്റെ എൻഡിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റണം. അത് അതിൻ്റെ അടിയിൽ കൂടെ മണ്ണ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ട്രക്കാകുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല. ഈ കോപ്പർ വന്നിട്ട് നമുക്ക് കയറ് കെട്ടാനുള്ള ഒരു കോപ്പറാണ്. ഒരു 10ൻ്റെ കോപ്പർ 2 മീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുറ്റി അതിൽ കയറ് കെട്ടുക. ഓക്കെ, നമുക്കിനി പൈപ്പ് സെറ്റ് ചെയ്യുക. അത് ആശീർവാദിൻ്റെ പൈപ്പാണ്. ചിലർ ബ്ലാക്ക് പൈപ്പൊക്കെ ഉപയോഗിക്കുക. ആശീർവാദിൻ്റെ പൈപ്പിൽ ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബോർവെൽ വന്നിട്ട് 275 അടിയാണ് ഈ ബോർവെല്ലിൻ്റെ ആഴം. അപ്പോൾ നമുക്ക് ബോർവെൽ ഫിറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ വയർ ഈ കയറിൽ പിടിച്ചിട്ട് ലോഡ് ചെയ്തിട്ട് ഇറക്കണം. അതിനുശേഷം ആ വയർ നമ്മൾ ഈ പൈപ്പിൽ ലോഡ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കണം. കയർ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ തൂക്കുമ്പോൾ വയർ അതിൽ ജാമായി അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. ആ വയർ നമ്മൾ കയർ വെച്ചിട്ട് കൊടുക്കാം. ഒരു 2 പൈപ്പ് കഴിയുമ്പോൾ അടിയിലൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പം നമുക്ക് ഈ ബോർവെൽ തൂക്കുമ്പോൾ ഈ വയർ അടിയിൽ പെട്ടൊരു ജാമാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില രീതിയിലൊന്നും കയറൊന്നും കെട്ടില്ല. ഈ ബോർ മോട്ടർ വന്നിട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു. അതായത് മണ്ണ് കുടുങ്ങിയിട്ട് ബോറിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ചിലവ് കൂടിയ കാര്യമായിരുന്നു അത് തൂക്കാൻ. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് ഫുള്ളായിട്ട് തൂക്കിയതാണ്. പൈപ്പൊക്കെ ഇറക്കി കഴിഞ്ഞ് ടോപ്പ് പറയും ബോർ ക്ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ടയറിലാണ് ഈ മോട്ടർ ലോഡായിരിക്കുക. അപ്പോൾ ഈ ടയർ ഒന്ന് വലിച്ച് ചുറ്റേണ്ടതാണ് ഈ ക്ലാമ്പിലേക്ക്.
അതിന് ഒരു ചെറിയ ഗ്യാപ്പിൽ വേണം വലിച്ച് പിടിച്ച് നിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പൈപ്പിൽ മോട്ടറിൽ ലോഡ് വരുന്നതാണ്. മോട്ടറിൻ്റെ ലോഡ് എപ്പോഴും കയറിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ കയറിൻ്റെ എൻഡ് നമ്മളിത് അങ്ങനെ ബോറിൻ്റെ കപ്പിൻ്റെ അടിയിൽ കൂടെ എടുത്തതിന് ശേഷം ആയിട്ട് ചുറ്റണം. എടുക്കുന്ന രീതി ഒന്ന് നോക്കിക്കോളി. വയർ ജോയിൻ്റ് അടിക്കുകയാണ്. അതിങ്ങനെ ജോയിൻ്റ് അടിച്ച് ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റിയാലും മതി. എന്നിട്ട് നമ്മളിത് കണക്ഷൻ കൊടുക്കണം. RYB എന്ന് അവിടെ എഴുതിയിട്ട് ഇത് RYB കണക്ഷൻ കറക്റ്റായിട്ട് താഴെ കൊടുത്തതിന് ശേഷം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ കാണിക്കും 10 ആംപിയറാണ് എടുക്കുക. 10 ആംപിയർ കാണിക്കും. ഓൺ ചെയ്ത ഉടനെ 10 ആംപിയർ അതിൽ ആംപിയർ കൂടാനും പാടില്ല കുറയാനും പാടില്ല. 1.5 HP മോട്ടർ പറഞ്ഞ് 10 ആംപിയർ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്